നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹനീയങ്ങളായിരിക്കുന്ന തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് വേദവ്യാസൻ കഥാരൂപത്തിൽ അവതരിപ്പിച്ചതാണ് ശ്രീ മഹാഭാരതം. അത് നാം ഗീതാഭാരതം എന്നുള്ളതായി ചർച്ചാ ക്ലാസ്സിലൂടെ നേരിട്ട് വിശദമായി തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാ ജീവരാശിയുടെയും സ്വഭാവത്തെ നേരിട്ടറിയാൻ നമുക്ക് പ്രയോജനപ്പെടുന്നതായ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന യോഗമാണ് ദൈവാസുര സമ്പദ് വിഭാഗയോഗം. ആ ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിൽ ദൈവീ സമ്പത്തിനെ ആസ്പദമാക്കിയിട്ട് വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ദൈവീ സമ്പത്തിൻ്റെ ലക്ഷണങ്ങളാണ് നാം കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമശ്ച യജ്ഞശ്ച, സ്വാധ്യായ, തപ, ആർജവം, അഹിംസ, സത്യം, അക്രോധ. അതിൽ അഹിംസ, സത്യം എന്നിവ വരെ നമ്മൾ പൂർണ്ണമായും കഥകളിലൂടെ കണ്ടു കഴിഞ്ഞു. അക്രോധം, ക്രോധമില്ലായ്മ, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയത്. കോപിക്കാനുള്ളതായ സർവ്വ സാഹചര്യങ്ങളും ഒരുങ്ങിയിരുന്നിട്ടും ഒരിക്കലും ക്രോധിക്കാതെ അങ്ങേറ്റം പ്രശാന്തമായ മനസ്സോടുകൂടിയിട്ട് സാഹചര്യങ്ങളെ ലോക നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് അക്രോധം എന്ന ദൈവീ സമ്പത്ത്. ആ സ്വഭാവമുള്ളവരായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിന് മുഴുവൻ സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു. അല്ലാതുള്ളവരോ ക്രോധിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായില്ലെങ്കിൽ പോലും ക്രോധിച്ച് ലോകത്തെ മുഴുവൻ യുദ്ധമയമാക്കി തീർക്കുന്നു. ലോകചരിത്രം മുഴുവൻ അത്തരം കോലാഹലങ്ങളുടെ നിരന്തരമായൊരു ഘോഷയാത്രയാണ്. എന്നാൽ അങ്ങേറ്റം ക്രോധിക്കേണ്ട സന്ദർഭത്തിൽ പോലും ക്രോധിക്കാത്ത മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായിരിക്കുന്ന മണ്ഡലം, അതാണ് ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അത് നമ്മൾ മഹാഭാരതത്തിലെ ആദിപർവത്തിൽ ഉള്ള ഒരു ഉദാഹരണത്തിലൂടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാനനങ്ങളിലൂടെ സഞ്ചരിച്ച് ഏകചക്രയിൽ ആരുമറിയാതെ വേഷം മാറി പാർത്ത് അവിടെ നിന്ന് വ്യാസഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് പാഞ്ചാലത്തെത്തി ദ്രൗപദി സ്വയംവരത്തിൽ പങ്കുകൊണ്ട് ദ്രൗപദിയെ നേടി. അങ്ങനെ പാഞ്ചാലത്ത് വെച്ച് അതിഗംഭീരമായ വിവാഹവും നടന്നു. ഈ അവസരത്തിൽ ഭീഷ്മനും ദ്രോണനും വിതുരനും ഉപദേശിച്ച പ്രകാരത്തിൽ മനസ്സോടെയാണെങ്കിലും ധൃതരാഷ്ട്രൻ പാണ്ഡവരെയും കുന്തിയെയും ദ്രൗപദിയെയും ഹസ്തിനാപുരത്തേക്ക് വരുത്താൻ വേണ്ടിയിട്ട് വിതുരനെ തന്നെ അയക്കുന്നത് നാം കഴിഞ്ഞ ദിവസം കണ്ടു. വിതുരൻ
യഥായോഗ്യം കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. എല്ലാവർക്കും വേണ്ടിയിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് സമ്മാനങ്ങൾ കൊടുത്തയച്ചിരുന്നു. ഓരോരുത്തർക്കും അവയെല്ലാം വിതുരൻ യഥായോഗ്യം ധൃതരാഷ്ട്രർ പറഞ്ഞേൽപ്പിച്ചതുപോലെ തന്നെ നൽകി. എന്നിട്ട് തൻ്റെ ആഗമന ഉദ്ദേശം വളരെ വ്യക്തമായി ധരിപ്പിച്ചു, സമർത്ഥമായി സമർപ്പിച്ചു. അവിടെ എല്ലാവരിലും ഉണ്ടായതായ ഒരു അഭിപ്രായം ദ്രുപദൻ തന്നെ കരണീയമെന്തെന്ന് ചിന്തിക്കട്ടെ എന്നാണ്. ദ്രുപദൻ തീരുമാനിച്ചു, ധൃതരാഷ്ട്രന്റെ ഈ ക്ഷണത്തെ സ്വീകരിക്കുക. അങ്ങനെ ഹസ്തിനാപുരത്തേക്ക് ദ്രൗപദിയും കുന്തിയും പാണ്ഡവന്മാരും മഹാരാജാവായ ധൃതരാഷ്ട്രന്റെ ക്ഷണമനുസരിച്ച് എത്തിച്ചേരുക, അതാണ് നല്ലത് എന്ന് ദ്രുപദനും തീരുമാനിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള അവരുടെ യാത്ര, ഹസ്തിനാപുരത്തേക്കുള്ളതായ യാത്ര ആരംഭിക്കുകയാണ്. ഈ സന്ദർഭം, അവരെ ഹസ്തിനാപുരത്തേക്ക് ക്ഷണിക്കുന്ന സന്ദർഭം തന്നെ ക്രോധം ഉണ്ടാക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ പാണ്ഡവന്മാരോട് ധൃതരാഷ്ട്രൻ തന്നെ പ്രവർത്തിച്ചത് നേരത്തെ ആ പ്രകാരത്തിലായിരുന്നല്ലോ. എങ്കിലും അവർ ക്രോധിച്ചില്ല. അതാണ് അക്രോധ എന്നതിൻ്റെ ഒരു കഥാമയമായ ആവിഷ്കൃതി, ദൃഷ്ടാന്തം. അത് വ്യാസൻ ഇവിടെ ഈ സംഭവത്തിലൂടെ നൽകുന്നു. ഇനിയുമുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ക്രോധരാഹിത്യത്തിൻ്റെ ഉദാഹരണം. പാണ്ഡവന്മാർ ദ്രുപദന്റെ അനുവാദത്തോടുകൂടി, പുതുതായി ലഭിച്ചതായ ബന്ധുജനങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി അവിടെ നിന്ന് അമ്മയോടൊപ്പം പത്നിയോടൊപ്പം പുറപ്പെടുകയാണ്. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൂതന്മാരെ വിതുരൻ ഹസ്തിനാപുരത്തേക്ക് അയച്ചു, പാണ്ഡവന്മാർ അങ്ങോട്ട് വരുന്നു എന്നുള്ള വൃത്താന്തം അറിയിക്കാൻ. അവരെത്തി ധൃതരാഷ്ട്രനെ അറിയിച്ചു. ശ്രുത്വാചാപി ആഗതാൻ വീരാൻ ധൃതരാഷ്ട്രോ ജനേശ്വര. രാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രൻ ഈ വീരന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ വരുന്നു എന്നറിഞ്ഞിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൗരവ പ്രമാണിമാരെ എല്ലാവരെയും അയച്ചു അങ്ങോട്ട്. അവരെ യഥായോഗ്യം സ്വീകരിച്ച് നഗരത്തിന് ഉള്ളിലേക്ക്, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. വികർണം ച മഹേശ്വാസം ചിത്രസേനം ച ഭാരത. ധൃതരാഷ്ട്രന്റെ മക്കളിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവർ രണ്ടുപേരും. അതിൽ വികർണൻ അങ്ങേയറ്റം സത്സ്വഭാവിയാണ്. അതേപോലെ തന്നെ ഒരളവ് വരെ ചിത്രസേനനും. അവരെ രണ്ടുപേരെയും വലിയ സ്വീകരണ സന്നാഹങ്ങളോടുകൂടി, അതിനു വേണ്ടിയിട്ട് 1000 ആളുകളോടൊപ്പം, അതിന് വേണ്ടുന്നതായ ഉപകരണങ്ങളോടൊപ്പം അലങ്കരണങ്ങളോടൊപ്പം അയക്കുകയാണ് പാണ്ഡവരെ സ്വീകരിച്ചു കൊണ്ടുവരാൻ. എന്ന് മാത്രമല്ല, ദ്രോണം ച പരമേശ്വാസം ഗൗതമം കൃപമേവ ച. പാണ്ഡവന്മാർക്ക് സന്തോഷം ഉണ്ടാവണമല്ലോ നഗരത്തിനുള്ളിലേക്ക് കടന്നു വരുമ്പോഴേക്കും. അതിനുവേണ്ടി അവർ ഏറ്റവും ബഹുമാനിക്കുന്ന ദ്രോണനെയും അയച്ചു. അതുപോലെ തന്നെ കൃപാചാര്യനെയും അയച്ചു. ഇങ്ങനെ ആചാര്യന്മാരെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ മക്കളെ വലിയ സ്വീകരണ സന്നാഹങ്ങളോടൊപ്പം അങ്ങോട്ട് പാണ്ഡവന്മാരെ കൊണ്ടുവരാനായിട്ട് ധൃതരാഷ്ട്രൻ അയച്ചു. അവർ യഥായോഗ്യം സ്നേഹത്തോടുകൂടിയിട്ട്, ആർഭാടത്തോടുകൂടിയിട്ട് പാണ്ഡവന്മാരെ സ്വീകരിച്ചു. അവരാൽ പാണ്ഡവന്മാർ അനീതരാവുകയാണ്. ഹസ്തിനാപുരത്തിനുള്ളിലേക്ക് തൈസ്തേ പരിവൃത വീര ശോഭമാന മഹാബല. വീരന്മാരായിരിക്കുന്ന ആ പാണ്ഡവന്മാർ ഈ വന്നു ചേർന്നിരിക്കുന്ന, തങ്ങളെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ബന്ധുജനങ്ങളാൽ ചുറ്റപ്പെട്ട് അവരാൽ ആദരപൂർവം സ്വീകരിക്കപ്പെട്ട് ആ മഹാബലശാലികൾ ഹസ്തിനാപുരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് വ്യാസൻ പറയാണ്. നഗരം ഹസ്തിനപുരം
ശനൈ പ്രവിവിശുസ്തദാ. അവർ കൗരവന്മാരുടെ രാജധാനിയായിരിക്കുന്ന ആ ഹസ്തിനപുരത്തിനുള്ളിലേക്ക്, ഹസ്തിനപുരം ഇതിനകം വളരെയേറെ അലങ്കൃതമാക്കി കഴിഞ്ഞിരിക്കുന്നു പാണ്ഡവന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ സമലങ്കൃതമായ നഗരത്തിനുള്ളിലേക്ക് അവർ സന്തോഷത്തോടുകൂടി പ്രവേശിച്ചു. തങ്ങൾ ഏറെക്കാലം ബാല്യത്തിൽ കഴിഞ്ഞതായ നഗരം, തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ നഗരം, ഇപ്പോൾ കുറേ നാളത്തെ പ്രവാസത്തിന് ശേഷം നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദ തിമിർപ്പിലാണ് പാണ്ഡവന്മാർ. എന്ന് മാത്രമല്ല, പാഞ്ചാലിയെ സംബന്ധിച്ചിടത്തോളം താൻ ആദ്യമായിട്ടാണ് ആ നഗരത്തെ കാണുന്നത്. ആ നഗരത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ മഹാറാണിയായിരിക്കേണ്ടവളാണ് പാഞ്ചാലി. ആ നിലയിൽ തന്നെയാണ് ആഗമനവും. പാഞ്ചാലിയും ആ മഹാനഗരത്തെ കണ്ട് സന്തോഷിച്ചു. അതേപോലെ തന്നെ അമ്മയായ കുന്തിയും ആ നഗരത്തെ കണ്ട് സന്തോഷിച്ചു. എന്ന് മാത്രമല്ല, ധൃതരാഷ്ട്ര മഹാരാജാവ് ഈ പ്രകാരത്തിൽ സ്വീകരിക്കാൻ വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ അമ്മ സങ്കൽപ്പിച്ചു, മുമ്പുണ്ടായ പ്രകാരത്തിലുള്ളതായ കപടതന്ത്രങ്ങളും അതേപോലെ തന്നെ വിദ്വേഷങ്ങളും ഒന്നും ഇനിയുണ്ടാവില്ല. ഒരു പുതിയ ഒരു ക്രമത്തിലേക്ക് കൗരവന്മാരുടെ മനസ്സ് നീങ്ങുന്നു എന്നൊക്കെ നന്മയെ മാത്രം ലക്ഷ്യമായിട്ട് കാണുന്ന ആ അമ്മ സങ്കല്പിച്ചിട്ടുണ്ടാവണം. അതാണ് കുന്തിയുടെയും സന്തോഷത്തിന് ആസ്പദം. അങ്ങനെ അവരെല്ലാവരും ഉത്സാഹത്തോടുകൂടി നഗരത്തിലേക്ക് പ്രവേശിച്ചു. ഈ സമയത്ത് ആളുകളെല്ലാവരും പാണ്ഡവന്മാരെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മരിച്ചുപോയി എന്ന് കരുതപ്പെട്ടവരായ പാണ്ഡവന്മാർ, അവർ വരണാവതത്തിലെ ആ ഭീകരമായ തീയിൽപ്പെട്ട് യമപുരി പുക്കു എന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് കൗരവന്മാർ ഉദകക്രിയാദികളും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവർ ജീവിച്ചിരിക്കവേ തന്നെ ജീവിച്ചിരിക്കുന്നു എന്ന് കൗരവന്മാർക്ക് പറഞ്ഞുകൂടായിരുന്നു. ശല്യം ഒഴിഞ്ഞു എന്ന പൂർണ്ണ സന്തോഷത്തിലായിരുന്നു അവർ. പക്ഷേ നാട്ടുകാർക്ക് വളരെയേറെ ദുഃഖമുണ്ടായിരുന്നു. അവർ കരഞ്ഞു, നിലവിളിച്ചു. ഇപ്പോഴിതാ ആ ദുഃഖത്തിനെല്ലാം ശമനമായിരിക്കുന്നു. പാഞ്ചാലത്ത് വന്ന് ആ അത്ഭുതകരമായിരിക്കുന്ന പരീക്ഷ ജയിച്ച് പാഞ്ചാലിയെ നേടി പാണ്ഡവന്മാരെന്നറിഞ്ഞ് പാണ്ഡവന്മാർ ജീവനോടുകൂടിയിരിക്കുന്നു. പാഞ്ചാലി സ്വയംവരത്തിൽ അവർ വിജയം കൈവരിച്ചിരിക്കുന്നു എന്നെല്ലാം അറിഞ്ഞ് പാണ്ഡവന്മാരെ കാണാൻ വേണ്ടിയിട്ട് കൗതുകത്തോടുകൂടി വസിക്കുകയായിരുന്നു ആ ഹസ്തിനാപുര നിവാസികൾ. അവരെല്ലാവരും കണ്ണടയ്ക്കാതെ ഇമവെട്ടാതെ ഈ സഹോദരന്മാരും അമ്മയും അതേപോലെ തന്നെ അവരുടെ മഹാറാണിയും വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അവർ ഇവരെ കണ്ടിട്ട് പരസ്പരം സംസാരിക്കുകയാണ്. അയം സപുരുഷ വ്യാഘ്ര പുനരായാതി ധർമ്മവിത്. ധർമ്മത്തിന്റെ സൂക്ഷ്മതത്വം വളരെ ഭംഗിയായി അറിയുന്നവനായ ഈ പുരുഷശ്രേഷ്ഠൻ യുധിഷ്ഠിര മഹാരാജാവ്, അദ്ദേഹം ധർമ്മത്തിൽ അണുകിട വ്യതിചലിക്കാത്ത ആളാണ് എന്ന് നാട്ടുകാരിൽ ഓരോരുത്തർക്കും ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ധർമ്മവിത്ത് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അങ്ങനെയുള്ള ആ പുരുഷശ്രേഷ്ഠൻ ഇതാ വരുന്നു. ഏറ്റവും മുന്നിലായിട്ട് യോന സ്വാനിവദായാദാൻ ധർമ്മേണ പരിരക്ഷതി. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം ധർമ്മത്തെ തന്നെ ആധാരമാക്കിക്കൊണ്ട് നമ്മയെല്ലാം രക്ഷിക്കുന്നവനാണ്. നേരത്തെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ആ പ്രകാരത്തിലായിരുന്നല്ലോ. സ്വന്തം മക്കളെ എങ്ങനെയാണ് മാതാപിതാക്കള് ശ്രദ്ധയോടുകൂടിയിട്ട് അത്യന്തം സുരക്ഷിതരായിട്ട് അവർ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെല്ലാം വേണ്ടുന്ന പ്രകാരത്തിൽ സംരക്ഷിക്കുക, അതേ രീതിയിൽ നമ്മളെയെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മക്കളെപ്പോലെ നോക്കുന്നയാളാണ് ഈ ധർമ്മപുത്രൻ. അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അവർക്കുള്ളതായ അനുഭവങ്ങളെല്ലാം പരസ്പരം പങ്കുവച്ച് നാട്ടുകാർ ഉത്സവം ആഘോഷിക്കുകയാണ്. പലരും പാണ്ഡുവിൻ്റെ കാര്യങ്ങളെല്ലാം ഓർത്തു. രാജാവായ പാണ്ഡു, അദ്ദേഹം ആ രാജ്യത്തെ ഭംഗിയായി രക്ഷിച്ചു എന്ന് മാത്രമല്ല ആ രാജ്യത്തിൻ്റെ യശസ് ലോകമെമ്പാടും കൊണ്ട് എത്തിക്കുകയും ചെയ്തു.
അദ്ദേഹം ദിഗ്വിജയം നടത്തി പലതവണ. ശത്രുരാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തി അവരെ എല്ലാവരെയും ഈ കുരുരാജ്യത്തിൻ്റെ സാമന്തന്മാരാക്കി തീർത്തു. അങ്ങനെ ലോകം മുഴുവൻ ജയിച്ച് അദ്ദേഹം മടങ്ങി വരുന്നത് അത് വലിയൊരു ആഘോഷമാണ്. ആ ആഘോഷങ്ങളെല്ലാം അവരെല്ലാം ഓർക്കുകയാണ്. അദ്യ പാണ്ഡുർമഹാരാജോ വനാദിവ ജനപ്രിയ ആഗത പ്രിയമസ്മാകം ചികീർഷുർനാത്ര സംശയ. ഇന്നിതാ പാണ്ഡു മഹാരാജാവ് മടങ്ങി വരുന്നു, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഈ വരുന്നത് പാണ്ഡു തന്നെയാണ്, നമുക്കെല്ലാവർക്കും പ്രിയങ്കരൻ, നമ്മളോടെല്ലാം വളരെയേറെ പ്രിയമുള്ളവൻ. അദ്ദേഹം വനത്തിൽ നിന്ന് മടങ്ങി വരുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിത്തരാൻ അത്യധികം ശ്രദ്ധാലുവാണ് പാണ്ഡു. അങ്ങേയറ്റം ധർമ്മനിഷ്ഠൻ. അദ്ദേഹം തന്നെയാണ് ഈ മടങ്ങി വരുന്ന യുധിഷ്ഠിരൻ എന്ന് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഓരോരുത്തരും പരസ്പരം സംസാരിക്കുകയാണ്.